ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാം കേട്ട് ദേഷ്യമെന്ന് പ്രകാശം പറയുക. എടി, എൻ്റെ തലയെടുപ്പ് എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിക്കേണ്ട കാര്യമില്ലല്ലോ. നിൻ്റെ അമ്മയൊക്കെ വീണത് അതിൽ തന്നെയാണ്. പിന്നെ എൻ്റെ മോൻ്റെ തലയെടുപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ലല്ലോ. ഇവൻ്റെ പെങ്ങൾ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായത് എങ്ങനെയാണെന്ന് പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. പിന്നെ നിൻ്റെയൊക്കെ ഈ ചാട്ടം കുറച്ച് നാളും കൂടെ ഉള്ളൂ. എൻ്റെ മോൻ കമ്പനിയുടെ MD ആയിട്ട് ഫുള്ളായിട്ട് ഇനിയിപ്പോൾ അങ്ങ് കയറും നാളത്തെ കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ. അത് കഴിയുമ്പോൾ നിൻ്റെയൊക്കെ കമ്പനി അടച്ചു പൂട്ടിപ്പോവും. അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയും കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയുവാണ്, നീയും ഇവനും നിൻ്റെ അമ്മയും എല്ലാവരും കൂടെ നാളെ അങ്ങ് വന്നേക്കണം കല്യാണത്തിന് എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ട് പ്രകാശൻ അങ്ങ് പോവാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കല്യാണി പറയുവാണ്, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അല്പൻ അർദ്ധരാത്രിയിൽ എന്ന് പറയുന്നത്, അതിപ്പോഴാണ് കറക്റ്റായത് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ അവർ രണ്ടും കൂടെ നേരെ ചെന്ന് ദീപയോട് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ദീപ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളുടെ അമ്മ ഇനിയിപ്പോൾ കാർത്തിക മോളുടെ അമ്മ കറക്റ്റ് അന്ന് കോടതി വരുമോ, കല്യാണത്തിൻ്റെ അന്ന് വരുമോ, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കല്യാണിക്കിരണം വരുന്നുണ്ട്, അതൊന്നും അറിയത്തില്ല അവരെന്താ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന്. എന്തായാലും അമ്മ അവിടെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയും കേട്ടോ. ഇതേക്കും ദീപയൊക്കെ ഞാൻ എന്തിനാണ് മോളെ അവിടെ വരുന്നത്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അയാളോട് 1% പോലും സ്നേഹമില്ലമ്മേ, അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു കനിവുണ്ടോ, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദീപ പറയുന്നുണ്ട്, സ്നേഹമില്ലാന്ന് മാത്രമല്ല മോളെ, മനസ്സിൽ ഫുള്ള് വെറുപ്പാണ്. എന്തായാലും ഞാനും വരാം, മോള് പറഞ്ഞതല്ലേ, ഒരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് രാഹുലിനാണ്. രാഹുലാണെങ്കിൽ പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഇത് കണ്ട് ശാരി ചോദിക്കും, എങ്ങോട്ടാ ഒരുങ്ങി പിടിച്ച് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനൊന്ന് രൂപയെ കാണാൻ പോവാം, മനോഹറിനെ ഒഴിവാക്കാൻ ഒരു 2 കോടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവൻ പോവും. അപ്പോൾ അത് കാശ് എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഒപ്പിക്കാൻ പറ്റത്തില്ല, എങ്ങനെയും അത് രൂപയോട് ചോദിച്ച് മേടിക്കണം എന്ന് പറയും കേട്ടോ. ഇത് കാണുമ്പോൾ ശാരി പറയും, നിങ്ങൾ ഓർക്കുന്ന പോലൊന്നുമല്ല, അവരൊക്കെ ഇപ്പോൾ എപ്പോഴും വരുവും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് മക്കൾ, അവർ തമ്മിലിപ്പോൾ നല്ല അടുപ്പത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും രാഹുൽ പറയാം, അങ്ങനെ ഒരിക്കലും എൻ്റെ പെങ്ങൾ എന്നോട് ചെയ്യുകയില്ല. അപ്പോൾ ശാരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്, ഇങ്ങേരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സരയുവിനോട് ഉള്ള സത്യം പറയും, അവളെൻ്റെ മോളല്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കാം, ഇയാൾ എന്താണെന്ന് വെച്ചാൽ പോയി കാണിക്കട്ടെ എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ രാഹുൽ നേരെ ചെന്ന് കാണുവാണ് കേട്ടോ രൂപേനെ. എന്നിട്ട് രൂപയോട് പറയും, നീ എൻ്റെ ആവശ്യം നടത്തി തരാതിരിക്കരുത്, അല്ലെങ്കിൽ സരയും ശാരിയും പറയുന്ന പോലെ നീ മാറിയെന്ന് ഞാനും വിശ്വസിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും രൂപ പറയാം, അതിനെന്താ ഏട്ടാ, ഞാൻ ചെയ്തു തരാം, ഏട്ടൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും പറയാം, ഇതുവരെ ഇല്ല, നീ അങ്ങനെ ചെയ്യുകയില്ലെന്നും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവർ പിരിയുവാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തരാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ സോണിയുടെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലൂടെ ജോയിൻ്റ് അക്കൗണ്ട് ആക്കി, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ രാഹുൽ കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള രീതി പറയുവാണ്. പിന്നെ കാണിക്കുന്ന സരയുവിനെയാണ് കേട്ടോ. സരയുവാണെങ്കിൽ കിരൺ ഇങ്ങനെ കുഞ്ഞിനെ കല്യാണി കൊഞ്ചിക്കുന്നതൊക്കെ നോക്കി കണ്ടു എന്നിട്ട് ചിന്തിക്കുകയാണ്, അവനായിരുന്നു ശരി, അവനോടൊന്ന് വാശി കാണിക്കാതെ അവിടെ എടുത്ത് താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇതുപോലെ സ്വർഗ്ഗമായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാത്തവർക്ക് എല്ലാം കിട്ടി, എല്ലാം ഉണ്ടായിരുന്നു, എനിക്ക് ഓരോന്ന് പൊക്കോണ്ടിരിക്കുക, ഇനി എനിക്ക് ആകെ ഉള്ളത് എൻ്റെ മനുവേട്ടനും എൻ്റെ കുഞ്ഞുമാണ്, അതും കൂടെ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് രൂപ നേരെ ചെല്ലുന്നത് കിരണിൻ്റെയും കല്യാണിയുടെ അടുത്തോട്ടാണ്. അപ്പോൾ അവരോട് പറയും, ഇങ്ങനെ ആവശ്യം രാഹുൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയും, പറഞ്ഞ കാശ് കൊടുക്കാതിരുന്ന അങ്കിളിന് സംശയം തോന്നും, ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറയും കേട്ടോ. അപ്പോഴും രൂപ ചോദിക്കുന്നു, എന്നാലും ഇത്രയും കാശുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.